ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് ടൗണിലേക്കാണ് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ് ടൗണിൻ്റെ മെയിനായിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മളെ റോഡ് പണിയുന്നുണ്ടല്ലോ പുതുതായിട്ട്, അപ്പോൾ പാലമൊക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റഷ്, വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, തിരിക്കാനും ഒക്കെ ഭയങ്കര വെയിറ്റിങ്ങും ഇതൊക്കെയുണ്ട്. അപ്പം ഈ തിരക്കിനിടയിൽ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ പോകുന്നത് ഒരു സൈക്കിളിൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നാളെ ഫസാനിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫസാനെ ഒരു സൈക്കിൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഫസാൻ എപ്പോഴും പറയും ഉമ്മാവും ബാപ്പ നമുക്ക് സർപ്രൈസ് തരലൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സൈക്കിൾ തന്നെ സർപ്രൈസ് ആക്കുക. ഓൻ്റെ സൈക്കിൾ എന്തായാലും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയ സ്റ്റാൻഡ് പ്രസ് ക്ലബിലുണ്ട് ഹീറോസ് പ്രിൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നൊരു സൈക്കിൾ ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും സൈക്കിളിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് അധികം സൈക്കിൾസ് ഒന്നും നോക്കേണ്ട വന്നിട്ടില്ല, കാരണം ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വാട്സപ്പ് വഴി എല്ലാം സൈക്കിളൊക്കെ നോക്കി ഫുള്ള് കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനിന്ന് പോയെന്ന് വെച്ചാൽ എസ്താനുള്ള സൈക്കിള് എനിക്ക് വലുതാവോ ചെറുതാവോ സൈസ് പിടികിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ടൗണിലേക്ക് പോയത്. അപ്പോൾ എസ്താനും ഫസാനും ഒരേപോലത്തെ സൈക്കിളാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ എസ്താന് ചെറുത്, അതിൻ്റെ നേരെ അതേ ടൈപ്പ് അതേ സൈക്കിള് വലുതാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ സൈക്കിൾ കാറ്റിൻ്റെ ഇതൊക്കെ സെറ്റാക്കി ബില്ലൊക്കെ അടച്ച് ഞങ്ങൾക്ക് ബിഗ് ബസാർ വരെ പോകാനുണ്ടായി. അങ്ങനെ ഞങ്ങൾ ബിഗ് ബസാറിലോട്ട് നടന്നു. അവിടുന്ന് അടുത്താണോ ബിഗ് ബസാർ എന്ന് പറയുന്നത്? ഞങ്ങൾ ബിഗ് ബസാറിൻ്റെ അടുത്താണ്. അത്ര അടുത്ത്, കുറച്ച് നടക്കണം, എന്നാലും അടുത്താണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ബിഗ് ബസാറിലേക്ക് കയറിയപ്പം ബിഗ് ബസാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തിൻ്റെ ആയാലും എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ബിഗ് ബസാറിൽ പോയത്. എന്താ വെച്ചാൽ എൻ്റെ മോനക്ക് ഫസാനിന് നാളെ സ്കൂളിലേക്ക് ഫ്രണ്ട്സിന് ചോക്ലേറ്റ് അലൗഡ് അല്ലോ എൻ്റെ സ്കൂളിൽ ബർത്ത്ഡേക്ക്. അപ്പോൾ അതിന് പകരമായിട്ട് കൊടുക്കുന്ന ഈ പെൻസിൽ എങ്ങനത്തെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയത് നമ്മുടെ പെൻസിലും ഷാർപ്നറും റേസറൊക്കെയുള്ള ഒരു പാക്കേജ് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വാങ്ങിക്കാറിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബസാറിൽ കയറി. ബിഗ് ബസാറിൽ എല്ലാ പ്രൊഡക്ട്സും ഉള്ളതല്ലേ, അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിഗ് ബസാറിലേക്ക് പോയത്. അങ്ങനെ ബിഗ് ബസാറിൽ പോയിട്ട് എത്തിയിട്ട് ഞാനിങ്ങനെ പെൻസിലിൻ്റെ ബുക്കിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ നോക്കുമ്പോൾക്ക് ഞങ്ങൾക്ക് കണ്ടത് ഈ ഡോംസിൻ്റെ, നട്രാജിൻ്റെ, അപ്സരാൻ്റെ ഒക്കെ പെൻസിൽ മാത്രമായിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഈ ഷാർപ്നറും റേസറൊന്നും ആ ടൈപ്പ് പാക്കേജ് അവിടെ ഇല്ല. അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചു, അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ പഴയ സ്റ്റാൻഡ് മൗലവി, ഞങ്ങളെന്നും പോകുന്ന, ഞങ്ങളെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾ പോകുന്ന മൗലവിക്ക് ഒരു ഗ്ലാസ് കൊണ്ടത്തിൻ്റെ ജ്യൂസും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ മൗലവിലെ എല്ലാ കളക്ഷൻസും ഉണ്ട്. സ്റ്റഡിങ്ങിൻ്റെ എല്ലാ കളക്ഷൻസ് ഉണ്ട്. സ്റ്റഡിങ്ങിൻ്റെ ആയാലും പ്ലേയിങ്ങിൻ്റെ ആയാലും പിന്നെ മുസാഫ്, കിതാബ്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട്. പിന്നെ ഓന് പെൻസിൽ എടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ മെമ്മറി ഫുള്ള്. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നില്ല, ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാനതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സൈക്കിളും എടുത്തിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫസാനിന് സർപ്രൈസ് കൊടുക്കുന്നൊക്കെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.